നമ്മുടെ കുട്ടികൾ എത്രത്തോളം കോൺഫിഡൻസ് ആണ്? എന്താ മൊത്തത്തിലൊരു വിലയിരുത്തൽ? ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 125 എക്സാമുകളാണ് ടെസ്റ്റ് സീരീസിൽ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റിലൊരു 100 എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞ സാധനം സാർ എക്സാം എഴുതി ഒരു നിർവികാരത വന്നിട്ടുണ്ടെന്നുള്ളത് പറയാം. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. കാരണം എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ അതിലൊരു അമിത പ്രതീക്ഷയില്ല, ഒരു പേടിയില്ല. അപ്പോൾ അങ്ങനത്തെ രൂപത്തിൽ കുട്ടികൾ എക്സാം എഴുതാൻ വേണ്ടി പോകുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സാധനം. നമ്മൾ പോവുക, ജസ്റ്റ് അനദർ മോക്ക് എക്സാം. ഇത്രയും കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ വഴികളുണ്ട്. ഉറപ്പായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിലും ഫിസിക്സിലും ക്വസ്റ്റ്യൻ പാടുന്നതൊക്കെ ഒരു 3-4 ഒക്കെ ഡിഫിക്കൽട്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് തല കറങ്ങാതെ ആ ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതായിരിക്കും ചെയ്യാന്നുള്ളതാണ് പറയാം. പിന്നെ നമ്മൾ കുട്ടികളെ എക്സാം എഴുതാൻ കുറച്ച് സമയം ഷോർട്ടാക്കി വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഇൻവിജിലേറ്റർമാർ വന്ന് കുറച്ച് പേപ്പർ അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ ഇച്ചിരി സമയം പോയാൽ പോലും അവർ പാനിക്കൊന്നും ആവില്ല എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഈ മൈൻഡ് ട്രെയിനിങ് സാധനങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയാണ് ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ സാധനങ്ങളിലൂടെയൊക്കെ ഭയങ്കര കൂളായിട്ട് എക്സാം എഴുതി ചിരിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.